നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അയ്യോ ആനന്ദ, എന്താ എന്തായി കാണിക്കുന്നേ? ദേവികെ, നീ വേഗം ഡ്രസ്സും ബാഗും ഒക്കെ എടുക്ക. ഇതാരാ ഈ സമയത്ത്? അയ്യോ ആനന്ദ, എന്താ എന്തായി കാണിക്കുന്നേ? ദേവികെ, നീ വേഗം ഡ്രസ്സും ബാഗും ഒക്കെ എടുക്ക. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. പോകാന്നോ? എവിടേക്ക് പോകാന്നോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ദേവിക, വെറുതെ വർത്താനം പറഞ്ഞുകൊടുക്കാനുള്ള സമയമല്ല ഇത്. നിന്നെ ഞാൻ രക്ഷിക്കാം. ഈ കല്യാണത്തിൽ നിന്ന് നിന്നെ ഞാൻ രക്ഷിക്കാം. നീ എന്റെ കൂടെ വാ. ആനന്ദൻ എന്തൊക്കെയാ പറയുന്നത്? ദേവിക, വെറുതെ നിന്ന് സംസാരിക്കാതെ നീ വാ. ഞാൻ വരില്ല. ആനന്ദൻ ഇവിടുന്ന് ഇറങ്ങി. ദേവിക, നിന്റെ സമ്മതമില്ലാതെ നടത്തുന്ന ഈ വിവാഹത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനുള്ള വഴിയാ ഞാൻ ഒരുക്കുന്നത്. എന്റെ സമ്മതം ഇല്ലാതെ നടത്തുന്ന വിവാഹോ? ആനന്ദനോട് ആരാ ഇത് പറഞ്ഞത്? എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമില്ലെന്ന് ആനന്ദനോട് ആരാ പറഞ്ഞതെന്ന്? എന്റെ സമ്മതത്തോടെ തന്നെയാ ഈ വിവാഹം നടക്കുന്നത്. എന്റെ പൂർണ്ണ മനസ്സോടെയാ.
ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചിരിക്കുന്നത്. ആനന്ദിന് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? എവിടെയോ എന്തോ ഒരു അബദ്ധധാരണ ആനന്ദിന് സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും അതിനി വേണ്ട. ആനന്ദ് വേഗം മുറിക്ക് പുറത്തോട്ടിറങ്ങ്. ഇപ്പൊ ഈ മുറിയിൽ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. നമ്മളെ ഒരുമിച്ച് ആരെങ്കിലും കണ്ടാൽ അത് വളരെ മോശമാണ്. പ്ലീസ് ദയവ് ഇത് റൂമിൽ നിന്ന് ഇറങ്ങണം. ഈശ്വരാ, ഇനിയിപ്പോ എന്ത് ചെയ്യും? മാഡം ആയിരുന്നോ? എന്താ ദേവിക കിടന്നായിരുന്നോ? ഇല്ല, ഞാൻ കിടക്കാൻ തുടങ്ങുമായിരുന്നു. എന്താ മാഡം? ഏയ് ഒന്നുമില്ല. നാളെ രാവിലെ ക്ഷേത്രത്തിൽ പോകുന്ന നേരത്ത് എന്നെയും കൂടെ ഒന്ന് വിളിക്കണം. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വന്നതാ. അതിനെന്താ മാഡം, ഞാൻ വിളിച്ചോളാം. എന്നാ ശരി, മോള് കിടന്നു. നന്നായി ഉറങ്ങിയില്ലെങ്കിലേ നാളെ മുഖത്ത് വല്ലാത്ത ക്ഷീണം കാണും. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇപ്പൊ ഈ മുറിയിൽ നിന്ന് ഇറങ്ങിക്കോണം. ദേവികെ, ഞാനൊന്ന് പറയട്ടെ. ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. ഇറങ്ങാനാ പറഞ്ഞത്. ദേവികെ, ഞാൻ ചോദിക്കട്ടെ, എന്തിന് ഇങ്ങനൊരു ത്യാഗം? ത്യാഗോ? ഞാനിങ്ങനെയാ? എന്നെ സ്നേഹിക്കുന്നവരെ എനിക്ക് വിഷമിപ്പിക്കാൻ കഴിയില്ല. കുട്ടൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം ഞാൻ പോലും അറിയാതെ എന്നെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. ഞാനും ഇപ്പൊ എന്റെ കുട്ടനെ സ്നേഹിച്ചു തുടങ്ങി. ഇനി എനിക്ക് എന്റെ കുട്ടനെ മറക്കാനാവില്ല. ഇതും പറഞ്ഞ് ഇനി എന്റെ മുന്നിലേക്ക് വരരുത്. പോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.